നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ആ ലെജൻഡുമാർ കളി അവസാനിപ്പിച്ചു. സെർജിയോ ബുസ്കറ്റ്സും ജോർഡി ആൽബയും കിരീടം ചൂടിക്കൊണ്ടാണ് അവരുടെ മഹത്തായ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കുന്നത്. സെർജിയോ ബുസ്കറ്റ്സിൻ്റെ പ്രായം 37. ബാഴ്സലോണ ബിയിലൂടെ സീനിയർ കരിയർ തുടങ്ങി. ബാഴ്സലോണയിൽ തന്നെ നീണ്ടകാലം കളിച്ചു. 2008 മുതൽ 2023 വരെ ബാഴ്സയുടെ സീനിയർ ടീമിൽ ഉണ്ടായിരുന്നു. 2023 മയാമിയിലേക്ക് ചേക്കേറിയത്. അവിടെയും ഇവിടെയും ഒക്കെ കിരീടങ്ങൾ അദ്ദേഹം ചൂടി. സ്പെയിനു വേണ്ടി 143 അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചു. ഇതാ അദ്ദേഹം തൻ്റെ ബൂട്ടഴിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു ഇമോഷനായിരുന്നു ഇന്നലെ ആ ഒരു കിരീടം ചൂടുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്. കരിയറിൽ അനവധി കിരീടങ്ങൾ ബാഴ്സലോണക്കൊപ്പം ലാലീഗയിൽ 2008, 2009, 2010, 2010, 2011, 2012, 2014, 2013, 2014, 2015, 2015, 2016, 2017, 2018, 2018, 2019, 2022, 2023 ഒക്കെ അദ്ദേഹം കിരീടങ്ങൾ ചൂടി. അതുപോലെ തന്നെ കോപ്പ ഡെൽ റേയിൽ നിരവധി തവണ കിരീടങ്ങൾ ചൂടി. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ 2009, 2010, 2011, 2013, 2016, 2018, 2023 വർഷങ്ങളിൽ കിരീടം ചൂടി. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടത് 3 തവണയാണ്. യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടത് 3 തവണയാണ്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടത് 3 തവണയാണ്. അതൊക്കെ ബാഴ്സയിൽ നേടിയതാണ്. മയാമിയിലേക്ക് എത്തിയിട്ട് MLS കപ്പിൽ, ഈസ്റ്റേൺ കോൺഫറൻസിൽ, സപ്പോർട്ടേഴ്സ് ഷീൽഡിൽ, ലീഗ്സ് കപ്പ് അടക്കം 4 കിരീടങ്ങളുമായിട്ട് ഏറ്റവും ഒടുവിൽ ഈ MLS കപ്പിലെ കിരീടത്തോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങുന്നു. സ്പെയിനൊപ്പം ഫിഫ വേൾഡ് കപ്പ് 2010 നേടിയിട്ടുണ്ടായിരുന്നു. 2012 യൂറോ ചാമ്പ്യൻഷിപ്പിൽ മുത്തമിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേട്ടങ്ങൾക്കുമേൽ നേട്ടങ്ങൾ നേടിക്കൊണ്ട് സെർജിയോ ബുസ്കറ്റ്സ് ബൂട്ടഴിച്ചു. അതുപോലെ തന്നെയാണ് ജോർഡി ആൽബയുടെ കാര്യവും. ജോർഡി ആൽബക്ക് 36 വയസ്സേ ഉള്ളൂ. അദ്ദേഹം കളി നിർത്തുന്നു. സ്പെയിനു വേണ്ടി 93 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് കോർണല്ലയിലൂടെയാണ്. പിന്നെ വലൻസിയ ബിയിൽ വലൻസിയയിലേക്ക് എത്തുന്നു. ബാഴ്സലോണയിൽ 2012 ജോയിൻ ചെയ്യുന്നത്. 2023 വരെ അവിടെ തുടർന്നിട്ട് ഇന്റർ മയാമിയിലേക്ക് ജോയിൻ ചെയ്തു. ഇതുപോലെയൊക്കെ അദ്ദേഹവും നിരവധി കിരീടങ്ങൾ ലാലിഗയിൽ 2012-13, 2014-15, 2015-16, 2017-18, 2018-19, 2022-23 സീസണുകളിലായിട്ട് അദ്ദേഹം കിരീടം ചൂടി. കോപ്പ ഡെൽ റേയിൽ നിരവധി തവണ കിരീടം ചൂടി. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ 4 തവണ മുത്തമിട്ടു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 2014-15 കിരീടം ചൂടി. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ 2015 മുത്തമിട്ടു. MLS എത്തിയിട്ട് ഈ പറയുന്ന 4 കിരീടങ്ങൾ നേടുകയുണ്ടായി. ലീഗ്സ് കപ്പിലാണ് തുടങ്ങിയത്. സപ്പോർട്ടേഴ്സ് ഷീൽഡ് കഴിഞ്ഞ തവണ നേടി. MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ മുത്തമിട്ടു. MLS കപ്പിൽ ഇതാ മുത്തമിട്ടുകൊണ്ട് അദ്ദേഹം പടിയിറങ്ങുന്നു. ലിയോ മെസ്സിക്കോ വലിയ ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻ്റാണ് അദ്ദേഹത്തിന്. ഈ 2 പേരോടൊപ്പം ബാഴ്സലോണയിൽ വിജയഗാഥ രചിച്ചതാണ്. പിന്നെ മെസ്സി ഇന്റർ മയാമിയിലേക്ക് എത്തുമ്പോൾ 2 പേരും അങ്ങോട്ടേക്ക് എത്തുന്നു. അവർ വീണ്ടും റീയൂണിയൻ എന്ന പോലെ അവിടെ ഒരുമിക്കുന്നു, മികച്ച രൂപത്തിൽ കളിക്കുന്നു. ഇതാ അവർ പിരിയുമ്പോൾ ലിയോ പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ് അവരുടെ കാര്യത്തിൽ. ഇത് അച്ചീവ് ചെയ്തിട്ടാണല്ലോ അവർ പോകുന്നത്. എസ്പെഷ്യലി അവർക്ക് വേണ്ടി ഇത് നേടാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വസ്തുത എന്താണെന്ന് വെച്ചാൽ അവരവരുടെ കരിയർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രൂപത്തിലാണ് അവസാനിപ്പിക്കുന്നത്. അവരിത് അർഹിച്ചിരുന്നു. കാരണം അത്ര മികച്ച രൂപത്തിലുള്ള 2 പ്ലെയേഴ്സാണ് അവർ. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നവരാണ്. അവരവരുടെ പൊസിഷനുകളിൽ അവർ ഏറ്റവും മികച്ചവർ തന്നെയാണ്. ഒരു ഗ്രേറ്റ് കരിയറാണ് 2 പേർക്കും ഉണ്ടായിരുന്നത്. കിരീടങ്ങൾ നേടിക്കൊണ്ടാണ് അവരിതാ വിരമിക്കുന്നത്. അതോടൊപ്പം വസ്തുത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്ന് കളിച്ച് കിരീടം ചൂടി റിട്ടയർ ചെയ്യുക, ഒരിക്കൽ പോലും ഇത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിരമിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഈ റിട്ടയറിങ് മൊമെൻറ്റിൽ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയും ചെയ്യുമല്ലോ. ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ ചാപ്റ്ററാണ് അവസാനിക്കുന്നത്. അത് വളരെയധികം നീണ്ട കാലം അവർക്ക് ഓർമ്മകളിൽ നിലനിൽക്കുന്ന മഹത്തായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചതാണ്. ഫ്രം നൗ ഓൺ എ ന്യൂ ചാപ്റ്റർ ബിഗിൻസ് ഇൻ ദെയർ ലൈഫ്സ്. ഇപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ പുതിയ ഒരു ചാപ്റ്റർ ആരംഭിക്കുകയാണ്. അവർക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓൾവേസ് ബിക്കോസ് ദേ ആർ ഡിയർ ഫ്രണ്ട്സ് ടു മീ. അവരെൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ വളരെ ഹാപ്പിയാണ് ഇങ്ങനെ കിരീടവും കൊണ്ട് അവരെ യാത്രയാക്കാൻ കഴിഞ്ഞതിലെന്ന് ലിയോ മെസ്സിയും പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.